ഇത് 2011 മോഡൽ വണ്ടിയാ. 11 2011 മോഡൽ വണ്ടി. ഇത് ഈ ഹാർഡ് ടോപ്പ് ചെയ്താണോ? ഇത് ഹാർഡ് ടോപ്പ് കസ്റ്റമർ ചെയ്ത വണ്ടിയാ. 12 2012 MPFI AC വരുന്ന വണ്ടിയാ. MPFI AC അല്ലേ? അതായത് 12 എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വണ്ടി. ഇത് ഓട്ടോ ഒക്കെ പറയണോ? സ്വിഫ്റ്റ് 2010 മോഡൽ വണ്ടി. 10 ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം പറയാം. 4 ടയർ നല്ല പുതുപുത്തൻ ടയർ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്കേറ്റിംഗ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. BD ആണോ? വണ്ടി ഒരുപാട് വർക്ക് എടുത്ത BDA വണ്ടിയാണ്. BD ആണ് അല്ലേ? ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. വണ്ടി 10 അല്ലേ പറഞ്ഞേ? 2010 വണ്ടി. എന്താ വില ചോദിക്കുന്നത്? ഇത് 1.5 രൂപ ചോദിക്കണുള്ളൂ. 1.5. 1,50,000 രൂപ 2010 വണ്ടി. ഇത്രയും വലിയ വണ്ടി, ഇത്രയും ബോഡി വെയിറ്റ് ഉള്ള വണ്ടിയാണ് കേട്ടോ. ഇവരുടെ ഈ ഒരു ഷോറൂമിൽ മൊത്തം ഏകദേശം 5 സ്കോർപിയോ കിടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരെണ്ണം ലോ ബഡ്ജറ്റിൽ ഞാൻ കാണിച്ചു തന്നു. അടുത്ത ഒരെണ്ണം ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഏതാ മോഡലൊക്കെ? 2016 മോഡൽ സെഡ് ആണ്. 16 സെഡ്. ഓ, അതായത് ഈ ഷേപ്പിലെ അവസാനത്തെ വണ്ടിയാണ്. അവസാനത്തെ വണ്ടി. ഓക്കെ. അപ്പോൾ എന്തായാലും 3.25 ലക്ഷം രൂപയാണ് ഇതിന് ആസ്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു 10-30,000 രൂപയിൽ കംപ്ലീറ്റ്ലി ടൈപ്പ് 4ലേക്ക് കൺവേർട്ടും ചെയ്യാം കേട്ടോ. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മള് പിന്നെ 3 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപ. വളരെ ലോ ബഡ്ജറ്റിലുള്ള വണ്ടികൾ അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നതിൽ ഒരുപാട് ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട്. അപ്പോൾ ഈ ഒരു ഷോറൂമിൻ്റെ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. അതായത് ഈ ഒരു ഷോറൂമിൻ്റെ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതായത് അൽഹിംദ് എന്ന് പറഞ്ഞ ഒരു അൽഹിംദ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞ ഷോറൂമാണിത്. ഇവിടെ മെയിനായിട്ടുള്ളത് എല്ലാം നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വളരെ വളരെ ലോ ബഡ്ജറ്റ് വണ്ടികളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവരുടെ ലൊക്കേഷൻ ഞാനെന്ന് പറഞ്ഞുതരാം. മലപ്പുറം ജില്ലയിൽ തിരൂരിൻ്റെയും താനൂരിൻ്റെയും ഇടയ്ക്ക് മൂച്ചിങ്ങൽ വലിയപാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് വട്ടത്താനിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം ഹൈവേ സൈഡിൽ തന്നെയാണ്. മെയിൻ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ചറപറ വണ്ടി പോകുന്നുണ്ട്. നല്ല വണ്ടീൻ്റെ സൗണ്ട് ഉണ്ട്. അപ്പോൾ മാക്സിമം സൗണ്ടൊക്കെ കളഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരുപാടധികം വണ്ടികളുണ്ട്. എന്തൊക്കെയാണ് ആദിൽ ബ്രോ? നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് അല്ലേ? പിന്നെ ഇവരുടെ വീഡിയോസൊക്കെ ഇഷ്ടംപോലെ വേറെയും വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ഇഷ്ടംപോലെ ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട് അല്ലേ? ഇഷ്ടംപോലെ വലിയ വണ്ടികൾ, അതായത് ചെറിയ പൈസക്ക് വലിയ വണ്ടികൾ, അതാണ് മെയിൻ. ഓക്കെ. അപ്പോൾ എന്തായാലും സ്കോർപിയോയും സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം ഇന്നോവകളുണ്ട്. സ്കോർപിയോ ഒരു 4-5 ഉണ്ട് കേട്ടോ. അതിനകത്ത് വളരെ ലോ ബഡ്ജറ്റിലുള്ള ഒരു ഉണ്ട്. അപ്പോൾ എന്തായാലും ആദിൽ ബ്രോ ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ പറയേണ്ട വണ്ടികളും കാണിച്ചു തുടങ്ങിയാലോ? കാണിച്ചു കൊടുക്കാം. അപ്പോൾ എന്തായാലും ചെറിയ വിലയ്ക്ക് വലിയ വണ്ടികൾ എന്ന് പറഞ്ഞാൽ വലിയ വണ്ടികൾ ഞാൻ ലാസ്റ്റിലേക്ക് കാണിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന വളരെ വളരെ വില കുറച്ചുള്ള കുറച്ച് വണ്ടികൾ കാണിച്ചു കൊടുക്കാം അല്ലേ? ആദ്യത്തെ വണ്ടി നമ്മുടെ മാരുതി തന്നെയാണ് കേട്ടോ. മാരുതി 800 ആണ്. ഇത് ഏതാ മോഡലൊക്കെ? 2012 മോഡൽ വണ്ടി. 12 ആണ്. 2012 MPFI AC വരുന്ന വണ്ടിയാണ്. MPFI AC അല്ലേ? അതായത് 12 എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വണ്ടി. ഇത് ഓട്ടോ ഒക്കെ പറയണോ? ഓട്ടോ ഒക്കെ പിന്നെ അതിൽ കാണുന്നത് 40,000-50,000 കാണുന്നത്. ഒന്നും ജെനുവിൻ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കിലോമീറ്ററിന്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. പിന്നെ തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല. മെയിൻ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മാറിയിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 60% ഉണ്ട്. നമുക്ക് എല്ലാ തരത്തിലും ചെക്ക് ചെയ്യാനുള്ള അവസരമില്ലേ? എങ്ങനെ ചെക്ക് ചെയ്തോട്ടെ? എങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ അതെ, അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇതൊക്കെ പഴയ മോഡൽ വണ്ടികളാണ്. ഒന്നിനും നിങ്ങൾ ഷോറൂം കണ്ടീഷൻ പ്രതീക്ഷിക്കരുത്. ആ വിലക്കാണ് തരുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ പ്രതീക്ഷിക്കുക. അത്രേ ഉള്ളൂ. ഈ മാരുതി നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഈ മാരുതി നമുക്ക് ഒരു 1,10 കൊടുക്കാം. 1,10. അതായത് 2012 മോഡലാട്ടോ. 2012 മോഡലാണ്. നിങ്ങൾക്ക് 1,10,000 രൂപയ്ക്ക് പേപ്പറൊക്കെ പക്കയല്ലേ? എല്ലാ പേപ്പറും പക്കയാണ്. ഈ 12 ആകുമ്പോൾ ഉണ്ടല്ലോ അല്ലേ പേപ്പർ? ഓൾറെഡി 2027 ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇനി ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? സ്വിഫ്റ്റ് 2010 മോഡൽ വണ്ടി. 10 ആണ്. ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം പറയാം. 4 ടയർ നല്ല പുതുപുത്തൻ ടയർ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്കേറ്റിംഗ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. BD ആണോ? വണ്ടി ഒരുപാട് വർക്ക് എടുത്ത BDA വണ്ടിയാണ്. BD ആണ് അല്ലേ? ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. അതെ. ഇത് ഏതോ ഫ്രീക്കന്റെ വണ്ടിയാന്ന് തോന്നുന്നു. കുറച്ച് പണീന്റെ മേലെ മുടക്കിയിട്ടുണ്ട്, കാശും മുടക്കിയിട്ടുണ്ട്. കാശ് മുടക്കിയിട്ടുണ്ട്. അതെ. ഇത് മോഡൽ ഏതാ? ഇത് 2010 മോഡൽ VDA അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ബേസിക് സാധനങ്ങളെല്ലാം ഉണ്ടാവും. ഇതിൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല. ഒന്നും മാറിയിട്ടില്ല. പിന്നെ ഇന്ത്യയിലൊക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം എന്താ പറയാ, 10ൻ്റെതായിട്ടുള്ള ചെറിയ പോരായ്മകളുണ്ട്. വണ്ടി വൃത്തിയുണ്ട്. എഞ്ചിൻ പരമായിട്ട് എന്താ? എഞ്ചിൻ മെക്കാനിക് ഫുൾ ആണ് അല്ലേ? അത്യാവശ്യം മൈലേജും ഉണ്ട്. ഓക്കെ. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 2.5 ആസ്ക് ചെയ്യുന്നുണ്ട്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം അല്ലേ? അതായത് നമ്മൾ ഈ പറയുന്ന പ്രൈസുകളൊക്കെ മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം കൂടി അതിന്റെ കൂടെ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇവരുടെ ഷോറൂമിന്റെ ഒരു എക്സ്റ്റൻഷൻ നടക്കുന്നുണ്ട്. വണ്ടികളൊക്കെ കുറച്ചധികം നല്ല കൺജസ്റ്റഡ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും വണ്ടീനെ കൂടുതൽ സൈഡിലെ ഫോട്ടോസോ ഡീറ്റെയിൽസോ നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കോൺടാക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. അതായത് നല്ല വൃത്തിക്ക് നിർത്തിയിട്ടുള്ള ഫോട്ടോസൊക്കെ അയച്ചു തരും കേട്ടോ. നമുക്ക് ഇവിടെ കാണിക്കാൻ ഇങ്ങനെ പറ്റുള്ളൂ. കാരണം ഒരു തരത്തിലും മാറ്റിയിടാൻ സ്ഥലമില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ 2,50,000 രൂപ മാക്സിമം നെഗോഷ്യബിൾ ആയിട്ട് ഇതൊക്കെ ലോൺ കയറുമോ? ചെയ്ത് കൊടുക്കാം നമുക്ക് നോക്കിയിട്ട്. ഈ സേട്ട് ലോണൊക്കെ ആയിരിക്കും അല്ലേ? ലോൺ ചെയ്ത് കൊടുക്കാം. കാരണം പ്രൈവറ്റ് ഫിനാൻസ് പോലും 10-നൊന്നും ലോൺ കൊടുക്കൂല. അപ്പോൾ ഈ സേട്ടു എന്ന് പറയുന്ന സംഭവം മഹാ ഡേഞ്ചറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. ഒരിക്കലും ഞാൻ വേണമെന്ന് പറയില്ല. ഇൻഡിക്ക ഇതേതാ? മൻസയാ? ഇന്ത്യൻ മൻസ ഏതാ മോഡൽ?
2010 മോഡൽ വണ്ടിയാണത്. ഫുൾ ഓപ്ഷൻ തോന്നുന്നല്ലോ. 2010 ഫുൾ ഓപ്ഷൻ വണ്ടി. അതിനകത്ത് 2010 ABS വരുന്നതാണ് കേട്ടോ. ABS വരുന്നുണ്ട്. നമ്മുടെ സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിൻ അല്ലേ? കോട്ടജെറ്റ് അല്ലേ? കോട്ടജെറ്റ്. അടിപൊളി. അതേപോലെ സ്റ്റിയറിംഗ്, അതായത് 2010 സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്നുണ്ട്. 4 ഡോർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, അങ്ങനെയുള്ള ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം ഉണ്ട്. ഇത് ഓട്ടോക്ക് എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് എന്തായാലും ഒരു 1.5 മേലെ ഓടിണ്ടാവും അല്ലേ? കിലോമീറ്റർ ജെനുവിൻ അല്ല, ജെനുവിൻ കിലോമീറ്റർ ആണ് ഇതിന്റെ ഒക്കെ. മെക്കാനിക്കും ഇതിനകത്ത് കാണിക്കുന്നത് ജെനുവിൻ കിലോമീറ്റർ ആണല്ലേ? ഓക്കെ. എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? ഒന്നും മാറിയിട്ടൊന്നുമില്ല, മാറിയൊന്നും കാണുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വരുന്ന സമയത്ത് കസ്റ്റമേഴ്സിനോട് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് മാത്രമല്ല, ഇതൊക്കെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ കാണുന്ന സംഭവമാണ്. ഇപ്പൊ നമ്മൾ ഇല്ലാന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓപ്പൺ ആയി പറയേണ്ട കൊടുക്കുള്ളൂ. വണ്ടി 10 അല്ലേ പറഞ്ഞേ? 2010 വണ്ടി. എന്താ വില ചോദിക്കുന്നത്? ഇത് 1.5 രൂപ ചോദിക്കണുള്ളൂ. 1.5. 1,50,000 രൂപ 2010 വണ്ടി. ഇത്രയും വലിയ വണ്ടി, ഇത്രയും ബോഡി വെയിറ്റ് ഉള്ള വണ്ടിയാണ് കേട്ടോ. ഒന്ന് നോക്കിക്കോളൂ. ഇനി ഈ അൾട്ടോ ആണെങ്കിലോ? ഇത് 2007 പുതിയ പേപ്പർ എടുത്ത വണ്ടി. 2007 ആണ്. ഇത് ഇപ്പൊ നിലവിൽ പേപ്പറൊക്കെ ക്ലിയർ ആണ്. നിലവിൽ പേപ്പർ 2028 വരെ ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ് അല്ലേ? ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം 50% ഉള്ളൂ. 10,000 കിലോമീറ്റർ മാക്സിമം ഓടുള്ളൂ. പക്ഷെ ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട്. സീറ്റുകളും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളായിട്ടൊന്നുമില്ല, ഒന്നുമില്ല അല്ലെ? പറഞ്ഞില്ല. ഈ മേജർ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പല്ലേ? മേജർ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. ആളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് വിളിച്ചാൽ മതി. നമ്മളെ ഫ്ലഡ് അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്താ പറഞ്ഞു കൊടുക്കുന്ന ഒരു വിഷയ പ്രശ്നമില്ലല്ലോ. അതെ അതെ അതെ. ആ കണ്ടീഷനിൽ നിങ്ങൾ തരുള്ളൂ കേട്ടോ. ബോഡി വൈസ് ആണെങ്കിലും ആവറേജ് കണ്ടീഷൻ എന്ത് വിഷയം ഉണ്ടെങ്കിലും ആളുകൾ പറഞ്ഞു കൊടുത്താൽ പോരെ വണ്ടി. അതെ അതെ, അത് മതി. ഞാൻ പറഞ്ഞില്ല, ബോഡിയൊക്കെ ആവറേജ് ആണ് കേട്ടോ. അത്ര വലിയ ടോപ്പ് ക്വാളിറ്റി ഞാൻ പറയില്ല. 2007 കൂടി ആണല്ലോ, അപ്പൊ അതിനനുസരിച്ചല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? എന്താ പ്രൈസ് ചോദിക്കുന്നത്? നമ്മള് 95 രൂപയോട് ചോദിക്കേണ്ട ഒരു 90 രൂപ ലെവലിൽ നമ്മൾ ഫൈനൽ കൊടുക്കാം. 90 രൂപ അല്ലേ? ഓക്കെ. 90,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം ഉണ്ട്, ഇവിടെ കുറേയൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ലേശം ഒരു ഇതായിട്ട് തോന്നുന്നത്. 90 രൂപയ്ക്ക് ആർക്കെങ്കിലും 2007 LXi 2007 LXi AC പവർ സ്റ്റിയറിംഗ് രണ്ടും വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ്. പക്ക. ഓക്കെ. കാര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ട് അല്ലേ? ഓക്കെ. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ഒന്നും മാറാത്ത ക്ലീൻ വണ്ടിയാണ്. ഇനി ഒമിനി ആണെങ്കിലോ? ഒമിനി 2010 മോഡൽ MPFI. 10 മോഡൽ MPFI. അതെ. ഇത് കിലോമീറ്റർ ഒന്നും ഞാൻ കാര്യമായിട്ട് ചോദിക്കുന്നില്ല. ഇത് കിലോമീറ്റർ നമ്മൾ ആ ഒരു പിന്നെ ബഡ്ജറ്റിന് കൊടുക്കുന്ന വണ്ടിയാണ്. അതെ അതെ അതെ. 2010 ആ ഒരു ബഡ്ജറ്റിന് കൊടുക്കുന്ന വണ്ടിയാണ്. 2010 വണ്ടി നമുക്ക് ഇവിടെ 90 രൂപ കിട്ടിയ കൊടുക്കാം. 90 രൂപ അല്ലേ? മെയിൻ ക്ലാസ്സോ കാര്യങ്ങൾ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? ഉണ്ടാവും അല്ലേ? പിന്നെ ചെറിയ ആക്സിഡന്റ് ഒന്നുമില്ല, ചെറിയ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? പെട്രോൾ തന്നെ? പെട്രോള്. CNG ഇല്ലല്ലോ? CNG ഒന്നുമില്ല. ഓക്കെ. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ, മോശമില്ലാത്ത ടയറൊക്കെ. എന്നാലും പുത്തൻ ടയറാ, വണ്ടി ഓടിയിട്ടില്ല എടുത്തിട്ട്. സീറ്റോറും കാര്യങ്ങൾ അതാണെങ്കിലും അത്യാവശ്യം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു 90 രൂപയ്ക്ക് നിങ്ങൾക്ക് 90 അല്ല പറഞ്ഞാൽ 90 രൂപ. ആ 90 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു വണ്ടിക്ക് എന്താണോ കണ്ടീഷൻ അതുണ്ടാവും. ഇനി ഇവിടെ ഒരു മൺസയും കൂടി ഉണ്ട്. ഇത് ഏതാ മോഡല്? ഇത് 2010 തന്നെയാണ് അല്ലേ? ഓക്കെ. 2010 ഇത് 10 വണ്ടി. ഓട്ടോക്ക് എത്രയാ? ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടം 1,80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റേത് ഫുൾ ഓപ്ഷനും ഇത് ഫുൾ താഴത്തെ വേറെ താഴെയുള്ള ഓപ്ഷൻ. സെയിം എഞ്ചിനാണ്, കോട്ടറാജെറ്റ് സെയിം എഞ്ചിനാണ്, ഡീസൽ വണ്ടിയാണ്. മെയിൻ എഞ്ചിനാണ്. മെയിൻ ക്ലാസ് മാറാണ്ട് നമ്മൾ മാറി കൊടുക്കും അല്ലേ? ഓക്കെ. ഇതൊക്കെ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതൊക്കെ നമുക്ക് ഒരു 1.35. മെയിൻ ക്ലാസ് മാറിയിട്ട് കൊടുക്കും. മാറോട്ടാണെങ്കിൽ അതിന്റെ പൈസ നിങ്ങൾക്ക് കുറച്ച് തരും കേട്ടോ. ഇന്റീരിയർ ഒന്നും മോശമൊന്നുമില്ല. ഇത് പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരില്ലേ? നമ്മള് പിന്നെ വേറെ ഇതൊക്കെ വന്നിട്ടുള്ളൂ വണ്ടി. നിങ്ങൾ വീഡിയോ എടുക്കേണ്ടവരുണ്ടേ. അതെ, ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. വേറെ വരുമ്പോ എന്തായാലും ക്ലീൻ ആയിട്ട് ഒന്ന് കഴുകാനൊക്കെ ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫുൾ ഫിറ്റ് ആണ്. AC പവറിന്റെ പെർഫെക്റ്റ് വർക്കിംഗ് ആണ് അല്ലേ? ഓക്കെ. മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കിക്കോട്ടെ, എന്തെങ്കിലും തരത്തിലുള്ള വേറെ അപാകതകളുണ്ടോ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ. ഞാൻ പറഞ്ഞല്ലോ, ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. 1,30,000 അല്ലേ? 30,000 കൊടുക്കാം. 30,000 ചോദിക്കുന്ന വണ്ടിയാ. ഓക്കെ. നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം കോൺടാക്ട് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഒരു ഇതും കൂടി ഉണ്ടല്ലോ, സാൻഡ്രോ 2005 മോഡൽ വണ്ടി. 2025 വരെ പേപ്പറിലെ AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗും ഉള്ള വണ്ടിയാണ്. ഓക്കെ. ഇന്റീരിയർ മോശമൊന്നുമില്ല. ഇത് പവർ വിൻഡോസ് വരില്ല അല്ലേ? പവർ വിൻഡോസ് ഇല്ല. ഓക്കെ. പിന്നെ ബോഡി വേസ് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? പക്കയാണ്, തട്ടുമുട്ടൊന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. പ്രൈസ് എന്താ വരുന്നത്? നമ്മള് പിന്നെ 80 രൂപ കൊടുക്കാം. 80,000 രൂപ. 2005 വണ്ടി അല്ലേ? ഇതിനകത്ത് വേറെ കാര്യം പറയാണ്ട്, മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല കേട്ടോ. ഒക്കെ 2005 ഗ്ലാസ് തന്നെയാണ്. അത് വേറെ ഒരു ഗ്ലാസും ഒന്നും മാറിയിട്ടില്ല. എല്ലാം ക്ലീൻ ആണ് കേട്ടോ. ചെറിയ വ്യത്യാസങ്ങൾ ചെയ്ത് കൊടുക്കുക അല്ലേ? അല്ല, നമ്മൾ പറയുന്ന പ്രൈസുകളൊക്കെ മാക്സിമം കുറച്ച് കൊടുക്കാം. അതായത് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. അടിപൊളി. അപ്പൊ എന്തായാലും ആർക്കെങ്കിലും കൊള്ളാവുന്ന ഒരു സാൻഡ്രോ വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇനി വെർണയാണെങ്കിലോ? വെർണ 2009 റേസർ. 2009 മോഡൽ 10 രജിസ്ട്രേഷൻ. ഓക്കെ. വെർണ ഇത് ഓട്ടോക്ക് എത്ര? ഡീസലാ? ഇത് ഡീസൽ വണ്ടിയാണ്. വെർണ ഡീസൽ വണ്ടിയാണ്. പിന്നെ മാനുവൽ ആണ്.
ഈ 910 ഫുൾ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നല്ലോ. 910 ഫുൾ ഓപ്ഷൻ വണ്ടി. അതല്ലേ, 4 ഡോർ വിൻഡോ AC പവർ സ്റ്റിയറിംഗ്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ക്ലൈമറ്റ് കൺട്രോൾ AC അടക്കം വരുന്ന വണ്ടി അല്ലേ അന്നത്തെ. ഇത് എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. പിന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും സീറ്റ് കവറും മോശമൊന്നുമില്ല. നല്ല മൈലേജ് കിട്ടൂലേ? അത്യാവശ്യം മൈലേജ് ഏകദേശം 18 പ്രതീക്ഷിക്കാം. ബാക്കിൽ 2 ടയർ നല്ല കട്ടയുള്ള ടയറാണ്. ഫ്രണ്ടിൽ ലേശം കുറവാണ്. വേറെ മേജർ ഈ ആ ഒരു പ്രൈസ് അല്ലേ പറയുന്നുള്ളൂ, 1.40 ചോദിക്കുന്നുള്ളൂ, കുറച്ച് കൊടുക്കാൻ മതി. 2009 വണ്ടി, ഡീസൽ വണ്ടി, മൈലേജ് ഉള്ള വണ്ടി, 1,40,000 രൂപ. അതും മാക്സിമം നെഗോഷ്യബിൾ ആണ്, കുറച്ച് കൊടുക്കാലോ. അതെ. ഇനി ഇൻഡിക്ക ആണെങ്കിലോ? ഇൻഡിക്ക വിസ്റ്റ കോട്രാജെറ്റ് ഡീസൽ ഏതാ മോഡല്? ഇത് 2012 ആണ് വണ്ടി. 12 2012 മോഡലുണ്ട്. 12 ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അല്ലേ? സീറ്റ് കവറും കാര്യങ്ങളൊന്നും മോശമൊന്നുമില്ല കേട്ടോ, മോശമില്ല. കാര്യങ്ങളൊക്കെ പക്ക നീറ്റാണ്. ടയറും ഉണ്ട് അത്യാവശ്യം. പവറിന്റെ ഒക്കെ പക്ക വർക്കിംഗ് ആണ്. ഇത് എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട്? ഇതും 1.5 എന്തായാലും ഓടി ഉണ്ടാവും. നമ്മള് പിന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അതിലുള്ള കിലോമീറ്റർ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് ഇതൊന്നും ജെനുവിൻ ആയിക്കോണം ഒരു നിർബന്ധമില്ല. കിലോമീറ്റർ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അതെ, ഇതും പിന്നെ ഹിസ്റ്ററി ഒന്നും എവിടെയും കിട്ടൂല. ചെറിയ മുടക്കുന്ന വണ്ടികളല്ലേ? അതെ. മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഫുൾ ഫിറ്റ് അല്ലേ? നിങ്ങൾ വരിക, മെക്കാനിക്കിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ കൊണ്ടുപോയി നോക്കി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഓടിച്ചു നോക്കുക, എല്ലാം എടുത്താൽ മതി. എത്ര വില പറഞ്ഞേ? നമുക്ക് 1.5 ചോദിക്കണ്ടേ? 2012 അല്ലേ? 27 വരെ പേപ്പറൊക്കെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണ്. ഇവിടെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബൊലേറോ കിടക്കുന്നുണ്ടല്ലോ. ഇത് ഏതാ മോഡല്? 2008 മോഡല്. ക്ലിയർ ആണ്. റീപെയിന്റ് ടച്ചപ്പ് ഉണ്ട്. വണ്ടി ഒന്ന് വൃത്തിയാക്കിയതാണ്. അതെ. ഈ ബമ്പർ സൈഡ് ഒക്കെ ഫുള്ള് ടച്ച് ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ നല്ല വൃത്തിയുണ്ടോ? പുറമേ കാണുമ്പോൾ നല്ല വൃത്തിയുണ്ട്. പേപ്പർ ഭാഗങ്ങളും ഫുള്ളാണ്. 2008 വണ്ടി, AC പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. 2.5 നമ്മളിവിടെ ആസ്കിന്റെ റേറ്റ് ആണ്. കുറച്ച് കൊടുക്കാം. ഇതിന്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1,00,000 മേലെ ഓടിയിട്ടുണ്ട്. ഓക്കെ. 2008 മോഡലാണ്. അതായത് ACയും പവർ സ്റ്റിയറിംഗും പവർ വിൻഡോസ് ഒക്കെ വരും. എല്ലാം ഉണ്ട്. പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ ഒക്കെ എല്ലാം. മേജർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ? അതുപോലെ തന്നെ സീറ്റും സീറ്റ് കവറും കാര്യങ്ങളൊന്നും മോശമില്ല കേട്ടോ. അത്യാവശ്യം പവർ വിൻഡോ വരാത്ത ടൈപ്പ് കേട്ടോ. പവർ വിൻഡോ SLE ആണ് അല്ലേ? അപ്പൊ പവർ വിൻഡോസ് ഉണ്ടാവില്ല, പക്ഷെ പവർ നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കാം. കസ്റ്റമർ പാർക്കാൻ സൈഡിൽ നിർത്തിയ വണ്ടിയാണ്. അതെ അല്ലേ? മാക്സിമം കുറച്ച് കൊടുക്കാം. ഓക്കെ. 2008 വണ്ടി ചോദിക്കുന്നതാണ് 2.5 ലക്ഷം രൂപ. മാക്സിമം നിങ്ങൾ വന്ന് നോക്കിക്കോളൂ. ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് മാറി നല്ല വൃത്തിയായിട്ടുണ്ട്. വണ്ടി ക്വാളിറ്റി ഉണ്ട്. വണ്ടി മെക്കാനിക്കും കാര്യങ്ങളും ഓടിക്കാനൊക്കെ പെർഫെക്റ്റ് ആണ് അല്ലേ? വേറെ കംപ്ലൈന്റ്സ് ഒന്നും ഉണ്ടാവില്ല? ഒന്നുമില്ല. ഗ്യാരണ്ടി. അടിപൊളി. ഇനി ഇവിടെ ഒരു അക്കോർഡ് കിടക്കുന്നുണ്ടല്ലോ, ഒരു കപ്പൽ പോലത്തെ ഒരു സാധനം. ഇതേതാ മോഡലൊക്കെ? റോഡിലോടുന്ന കപ്പല. 2004 മോഡൽ വണ്ടിയാ. 2004 ആണ്. 2004 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ മാറി ചെയ്താന്ന് തോന്നുന്നു അല്ലേ? അല്ല, അത് കമ്പനി ഒന്ന് തന്നെയാ. ഓക്കെ. പക്ഷെ ഇതിനകത്ത് പക്ഷെ നല്ല രസമുണ്ട് വണ്ടി കാണാനൊക്കെ. ബ്ലാക്ക് കളറിൽ നീറ്റ് വണ്ടിയല്ലേ? അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. ഈ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യണം കേട്ടോ. സീറ്റ് കവർ അതെ. ആ ഒരു സീറ്റ് കവറൊക്കെ പണ്ടത്തെ സീറ്റ് കവറാണ്. അത് മൊത്തത്തിൽ നാശമായിട്ടുണ്ട്. ഓട്ടോമാറ്റിക് നമ്മളൊന്നും ചെയ്യാത്ത വണ്ടിയാ. നീറ്റ് അങ്ങനെ കൊണ്ടുനടക്കുന്ന വണ്ടിയല്ലേ? ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക് വണ്ടിയാ. ഓട്ടോമാറ്റിക് ആയതുകൊണ്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് രസമായിട്ട് ഓടിക്കാൻ പറ്റും. പണ്ടത്തെ CVT ആണ്. പിന്നെ മൈലേജിന്റെ കാര്യമൊന്നും നോക്കണ്ട. ഒരു 10 അല്ലേ? ആ ലെവലിൽ കിട്ടുള്ളൂ. അലോയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒട്ടുമിക്ക ബാക്കി ഫീച്ചേഴ്സും എല്ലാം ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ 2028 വരെ ടാക്സ് കാര്യങ്ങളെല്ലാം നമ്മള് പിന്നെ 2.5 ഇവിടെ ആസ്ക് ചെയ്യേണ്ട കുറച്ച് കൊടുക്കാം. മാക്സിമം കുറച്ച് കൊടുക്കാം. 2.5 ലക്ഷം രൂപ. 2004 2028 വരെ പേപ്പറുള്ളത്. പിന്നെ ഇതിന്റെ വിലേന്റെ കാര്യത്തിൽ ഞാനൊന്നും പറയുന്നില്ല. ഇത് വേണ്ടവര്, അതായത് ആ ഒരു താല്പര്യത്തോടു കൂടി എടുക്കുന്നവർ മാത്രമേ എടുക്കുള്ളൂ. വണ്ടി ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഒരു റീപെയിന്റോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ വണ്ടി മെക്കാനിക്കും കാര്യങ്ങളും ഫുൾ ഭാഗങ്ങൾ ഫിറ്റാണ്. അതെ അല്ലേ? എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരു പോളിഷും കൂടി ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇതിന്റെ വില നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇത് മോഡിഫൈ ചെയ്യാനും ആ രീതിക്ക് ഉപയോഗിക്കാനും താല്പര്യമുള്ളവർ മാത്രം നോക്കിയാൽ മതി. നമ്പറാണ്. അതെ 555 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട് കേട്ടോ. ഈ ZNS ആണെങ്കിലോ? ZNS-ലോ 2009 വണ്ടിയാണ്. 2009 വണ്ടി. എത്ര ഓട്ടോക്കെ ഒരു 1 അളവിൽ ഓടിയിട്ടുണ്ടാവും അല്ലേ? VX ആണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷൻ പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാണ്. ഓക്കെ. VX ആണ് ഓപ്ഷൻ വരുന്നത്. VX ആണല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ വണ്ടി. അതെ. ഇന്റീരിയർ വൃത്തിയുണ്ട്. കമ്പനി വന്ന സീറ്റാണ്, പക്ഷെ വൃത്തിയുണ്ട്. പിന്നെ അത് വേറെ കാര്യം പറയാനുള്ളത്, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കലി വന്ന വണ്ടിയാണ്. അതിൽ ഒന്ന് മാത്രമേ ഈ ഒരു മിറർ ഓൾറെഡി പോയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്നും മാറിയിട്ടൊന്നുമില്ല. ചെറിയ വ്യത്യാസം റീപ്ലേസുകളൊക്കെ കാണുന്നുണ്ട്. ഉണ്ടല്ലേ? പിന്നെ വണ്ടീന്റെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം എടുത്തോളൂ. പഴയ വണ്ടിയാവുമ്പോൾ എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു 85 രൂപ കൊടുക്കും. 85,000. മോഡൽ ഏതാ പറഞ്ഞത്? 2009 അല്ലേ? 2009 VX 85,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. മാക്സിമം കുറച്ച് തരും. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. ഞാൻ ഇങ്ങനെ നിന്നാൽ ഇവിടുന്ന് ലൈറ്റ് വരുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഡാർക്കായിട്ട് കാണും.
അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആ വലിയ വണ്ടികളിലേക്ക് കുറച്ചെണ്ണം ഇനി കാണിച്ചു തരാം. ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന 3 വലിയ വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട്. ടാറ്റ സുമോ ഗ്രാൻഡ് അല്ലേ? സുമോ ഗ്രാൻഡ്. ഇതേതാ മോഡലൊക്കെ? 2010 മോഡൽ, ലാസ്റ്റ് വണ്ടിയാ. അതെ അല്ലേ? 2010 ലാസ്റ്റ് വണ്ടി. 2 കിടക്കുന്നുണ്ട്. ആദ്യത്തത് റെഡ് കളറിന്റെയാണ് പറയുന്നത്. 2010 മോഡൽ വണ്ടിയാണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വർക്കിംഗ് ഉള്ള വണ്ടി. വർക്കിംഗ് ഉണ്ട് അല്ലേ? മെക്കാനിക്കും കാര്യങ്ങളും ഫുൾ ഫിറ്റ് ആണ്. ഒരു ഇഞ്ചക്ടഡോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല. ഡീസലാണ്. അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടും. അത്യാവശ്യം മൈലേജും ഉണ്ട്. ആ ഒരു പിന്നെ ലോ കോസ്റ്റ് അല്ലേ? അതെ. പിന്നെ നമ്മുടെ ടാറ്റേന്റെ പണ്ടത്തെ എന്താ പറയാ മുതലാണ് കേട്ടോ. ബോഡി ക്വാളിറ്റി എല്ലാം ഉള്ള, ഇന്റീരിയർ ഒന്നും മോശമില്ല കേട്ടോ. അത്യാവശ്യം സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പവർ വിൻഡോസ് ഒന്നും വരും അല്ലേ? എല്ലാ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉള്ളത്. 4 ഡോർ വിൻഡോയും വരും അല്ലേ? 4 ഡോർ പവർ വിൻഡോ. അടിപൊളി. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 50% പ്രതീക്ഷ മതി. മേജർ ഇടിയൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ക്ലീൻ വണ്ടി, റെഡി കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. എന്താ വില വരുന്നത്? നമ്മള് 1,60,000 രൂപ. 1,60,000. അതായത് ഈ റെഡ് വണ്ടിക്ക് 1,60,000 രൂപ. 2010 മോഡൽ വണ്ടി. ഇത്രയും വലിയ വണ്ടിയാണ്. ഇനി ഇതാണെങ്കിലോ? ഇതും സെയിം സാധനം തന്നെയാണ്. 2010. ഇത് ഒരുപാട് ഫിറ്റിംഗ്സും കാര്യങ്ങളും, ആൻഡ്രോയിഡ് സ്റ്റീരിയോ അലോയ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടി. അതിനകത്ത് മറ്റേ അലോയ് വീലിലല്ല, മറ്റേ സ്റ്റീൽ വീല്, കുറച്ചുകൂടി പ്രൊജക്ഷൻ ഉള്ള ഓഫ് റോഡ് വീല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് 10 തന്നെയല്ലേ മോഡൽ? ഇത് 2010 മോഡൽ. ഈ പറഞ്ഞ സെയിം ഓപ്ഷൻ ആണോ? സെയിം ഓപ്ഷൻ ആണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ വരുന്ന ഓപ്ഷൻ ആണ്. ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ആൻഡ്രോയിഡിന്റെ നല്ല അടിപൊളി സാധനം ചെയ്തിട്ടുണ്ട്. അത് നല്ല വൃത്തിയുണ്ട് അല്ലേ? കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ ഒരു ഇന്റീരിയറിനുള്ളിൽ ചെറിയൊരു പെയിന്റിങ് ചെയ്തതിൽ ഫെയ്ഡ് വന്നിട്ടുണ്ട്. അതെ വിഷയമുള്ളൂ. ക്ലീൻ ആക്കി അത് റെഡിയായി. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വണ്ടിയല്ലേ. അപ്പൊ അതിനനുസരിച്ച് ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതായിട്ടും ഉണ്ടാവും. ഇന്റീരിയറൊക്കെ അത്യാവശ്യം വൃത്തിയുള്ള നല്ലൊരു വണ്ടി. 2010. പേപ്പറൊക്കെ ഓക്കെ ആണല്ലോ? എല്ലാ പേപ്പറും ക്ലിയർ ആണ്. പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കൊടുക്കും. ഓക്കെ. വേറെ മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. പഴയ, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, പഴയ മോഡൽ വണ്ടികളാണ്. നിങ്ങൾക്ക് ഇത് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഒരു ഗ്യാരണ്ടിയും വാറണ്ടിയും തരാൻ പറ്റുന്ന സാധനങ്ങളല്ല ഇതൊന്നും. കിലോമീറ്ററോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പറയുന്നില്ലാത്തതിൻ്റെ കാരണം അതൊന്നും ജെനുവിൻ ആയിരിക്കില്ല. അതുകൊണ്ടാണ്. എന്തായാലും നോക്കിക്കോട്ടെ. ഇതെന്താ പ്രൈസ്? ഇത് നമുക്കൊരു 1,70 കൊടുക്കാം. 1,70. മാറ്റം വരൂലേ? മാറ്റം വരും. രണ്ടിലും പ്രൈസിൽ നല്ല രീതിക്ക് തന്നെ മാറ്റം വരും. പിന്നെ 10 മോഡലും ഉണ്ട് കേട്ടോ. മോഡലുണ്ട് വണ്ടികൾ. സ്കോർപിയോ ആണെങ്കിലോ? സ്കോർപിയോ 2005-6 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2005-6 രജിസ്ട്രേഷൻ. CRD എഞ്ചിനാണ് വരുന്നത്. CRD അല്ലേ? CRD എഞ്ചിൻ. ഓക്കെ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഓട്ടത്തിന്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. 1,30, 1,40 ഓടിയിട്ടുണ്ട്. അതെ. ഹിസ്റ്ററി ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മളതൊന്നും ജെനുവിനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രജിസ്ട്രേഷൻ വണ്ടിയല്ലേ? അതെ. വണ്ടി ഇന്റീരിയറും കാര്യങ്ങളും AC, പവറിന്റെ ഒക്കെ പക്ക പ്രോപ്പർ വർക്കിംഗ് ഉള്ള വണ്ടി. അതെ അല്ലേ? അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ബോഡി ഷേപ്പ് ഉണ്ട്. അത്യാവശ്യം ബോഡി ഷേപ്പും വൃത്തിയുള്ള വണ്ടിയാണ്. ക്വാളിറ്റി ഉണ്ട് വണ്ടി. കുഴപ്പമൊന്നുമില്ല. ഇന്റീരിയർ ആണെങ്കിലും മോശമൊന്നുമില്ല കേട്ടോ. സീറ്റ് കവറും കാര്യങ്ങളും അതും ഉണ്ട്. കുഴപ്പമില്ലാത്ത പവർ വിൻഡോസ് ഒക്കെ ഇല്ലേ? പവർ വിൻഡോസ് വർക്കിംഗ് ഉള്ള വണ്ടി. അടിപൊളി. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു 1,65 കൊടുക്കാം. 1,65. 2004 മോഡൽ, 5 രജിസ്ട്രേഷൻ. 5 മോഡൽ, 6 രജിസ്ട്രേഷൻ. അങ്ങനെയല്ലേ? സോറി, 5 മോഡൽ 6 രജിസ്ട്രേഷൻ വണ്ടിയാണ്. CRD എഞ്ചിനാണ് വരുന്നത്. പേപ്പറൊക്കെ പക്കയല്ലേ? പേപ്പർ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണ്. ഓക്കെ. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 1,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2006 പേപ്പറുള്ള വണ്ടി. ക്വാളിറ്റി ഉണ്ട്. വിലക്കുള്ള ക്വാളിറ്റി അത്ര ഞാൻ പറയുന്നുള്ളൂ. ടോപ്പ് ക്വാളിറ്റി ഒരിക്കലും ഞാൻ പറയില്ല. എവിടെയും ഒരു പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് പൊട്ടിയിട്ടോ ചളുങ്ങിയിട്ടൊന്നുമില്ല. നിങ്ങൾ നോക്കിക്കോളൂ. ബാക്കി എന്തായാലും 1,60,000 രൂപ. ഇവരുടെ ഈ ഒരു ഷോറൂമിൽ മൊത്തം ഏകദേശം 5 സ്കോർപിയോ കിടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരെണ്ണം ലോ ബഡ്ജറ്റിൽ ഞാൻ കാണിച്ചു തന്നു. അടുത്ത ഒരെണ്ണം ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2007 മോഡലുണ്ട്. 2027 വരെ പേപ്പർ ഉണ്ട്. 27 വരെ പേപ്പർ ഉണ്ട് അല്ലേ? 27 വരെ പേപ്പർ ഉണ്ട്. ഇതെന്താ വണ്ടിയുടെ ഒരു കണ്ടീഷനൊക്കെ? ഇത് CRD എഞ്ചിനാണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, 4 ഡോർ വിൻഡോ ഒക്കെ വരും അല്ലേ? ഓക്കെ. Type 2 വണ്ടിയാണ്. Type 2 ആണല്ലേ? ഓക്കെ. ഇതൊക്കെ വേണേൽ നമുക്ക് കൺവേർട്ട് ഒക്കെ ചെയ്തുകൂടെ? ഇപ്പോഴും ഓക്കെ. ഇന്റീരിയറും കാര്യങ്ങളൊന്നും മോശമില്ല കേട്ടോ. എല്ലാം നീറ്റ് ആട്ടോ വണ്ടി. എന്തെങ്കിലും ആക്സിഡന്റ് മേജർ സംഭവങ്ങൾ ഒന്നുമില്ല അല്ലേ? 5 വർഷം, അതായത് 4 വർഷം ഉണ്ടാവുള്ളൂ അല്ലേ? 2028 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ. ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നിങ്ങളോട്. പിന്നെ വേറെ അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ. പിന്നെ ഇതിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ നമ്പർ വിളിച്ചാൽ മതി. നമ്മൾ വിട്ടുകൊടുക്കാം. വീഡിയോന്റെ റൈറ്റ് സൈഡ് ടോപ്പിൽ നമ്പർ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. ഏത് വണ്ടിയുടെ എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും. ഈ 2007 വണ്ടി എന്താ വില വരുന്നത്? ഈ 2007 വണ്ടി ഇവിടെ ചോദിക്കുന്ന വില 2,20,000 രൂപ. 2,20,000 നെഗോഷ്യബിൾ ആണ് അല്ലേ? 2,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2007 വണ്ടി കംപ്ലീറ്റ് പേപ്പറും കാര്യങ്ങളൊക്കെയുള്ള പക്ക വണ്ടി കൊണ്ടുപോകാം. ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. പഴയ വണ്ടിയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 3 ഇന്നോവയും കൂടി കിടക്കുന്നുണ്ട്. ഇതൊരു ആദ്യത്തെ വണ്ടി ഒരു ഒഡീഷ, അതായത് റീവണ്ടിയാണ്. ഇതേതാ മോഡലൊക്കെ?
2016 മോഡൽ സെഡ് ആണ്. 16 സെഡ്. ഓ, അതായത് ഈ ഷേപ്പിലെ അവസാനത്തെ വണ്ടിയാണ്. അവസാനത്തെ വണ്ടി. പിന്നെ അത് വേറൊരു കാര്യം പറഞ്ഞത്, അതായത് 19/4/2016 അതിന്റെ ഡെലിവറി സ്റ്റിക്കർ വരെ ഇതുവരെ പറഞ്ഞു പോയിട്ടില്ല. ഇത് കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 83,000 കിലോമീറ്റർ ആണ് ഇതിൽ കാണുന്ന വണ്ടി. ഒരിക്കലും ജെനുവിൻ അല്ല, അത് ഗ്യാരണ്ടിയാണ്, പറയാൻ പറ്റില്ല. അതെ. അപ്പോൾ വണ്ടീന്റെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം എടുത്തോളുക. പിന്നെ 83,000 ഒരിക്കലും 2016 ഇന്നോവ, അതും ഈ മോഡൽ വണ്ടിക്ക് കിലോമീറ്റർ ജെനുവിൻ അല്ല. ഇന്റീരിയറും എന്താ പറയുക, ആ ഒരു മോഡലിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അന്ന് വന്ന എല്ലാം ആ സാധനം തന്നെയാണ് അല്ലേ? ഒറിജിനൽ സാധനങ്ങളാണ്. അത് ചെയ്തിട്ടുള്ള സ്കേട്ടിങ് ചെയ്തിട്ടുണ്ട്. 4 സ്കേട്ടിങ് ചെയ്തിട്ടുണ്ട്. ഈ മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലോ? മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. മെയിൻ ഗ്ലാസ്സിന് ഒരു ചെറിയ ക്രാക്ക് ഉണ്ട് അല്ലേ? ഓക്കെ, അത് പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല, അത് കാണുന്ന പോലില്ല, ചെറുതായിട്ടൊരു ചെറിയൊരു പൊട്ടലേ ഉള്ളൂ. അപ്പോൾ 2016 സെഡ് ഇവിടെ പേപ്പർ ആക്കിയിട്ട് 13.5 ആസ്ക് ചെയ്യുന്നുണ്ട്. 13.5 ലക്ഷം രൂപ അല്ലേ? നെഗോഷ്യബിൾ ആവുമോ? കുറച്ച് കൊടുക്കാം, കുറച്ച് കൊടുക്കാം അല്ലേ? നല്ലോണം ചെക്ക് ചെയ്തോളാം, ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെക്ക് ഉണ്ടോ നോക്കിക്കോളാം. അതുപോലെ തന്നെ എഞ്ചിന്റെ കണ്ടീഷൻ ഈ നമ്പറിലാണ് ഹിസ്റ്ററി കിട്ടും കേട്ടോ. ഇതിൽ കിട്ടുമോ? ഈ നമ്പറിലാണ് ഹിസ്റ്ററി കിട്ടും. നോക്കാം, നിങ്ങൾ അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ, നോക്കിയിട്ട് എടുത്താൽ മതി. എന്തായാലും 13.5 ലക്ഷം രൂപയ്ക്ക് ഇവിടെ പേപ്പർ ആക്കി തരും. ഇനി അതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. ഇത് 2005 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2005 രജിസ്ട്രേഷൻ വണ്ടി. ഓക്കെ, അത് പഴയ ഷേപ്പാണല്ലോ, ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2, അതെ. ഇത് ഒറിജിനൽ കേരളയാണോ? അല്ല, നമ്പറായ വണ്ടിയാണ്. കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ ജനുവിന് 2 ലക്ഷത്തിന് മേലെ ഓടി കാണുന്നുണ്ട്. അത് ജനുവിനാണോ അല്ല നമുക്കറിയില്ല. അതായത് പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ റീ ആയ വണ്ടികൾ ഒരിക്കലും ജെനുവിനിറ്റി പറയാൻ പറ്റില്ല. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട്, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വി ആണോ? ഇത് G4 ആണ്, വി കൺവേർട്ട് ചെയ്താണ്. അലോവിയിലൊക്കെ സെപ്പറേറ്റ് ചെയ്താണ്. വീട് അലോവിസ് ചെയ്ത വണ്ടിയാണ്. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ടോ? മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളാം. വണ്ടീൻ്റെ കണ്ടീഷൻ എന്താണെന്നൊക്കെ ഉള്ളത്. ഇത് നമുക്ക് ആ ഒരു റേറ്റിൽ കൊടുക്കാൻ പറ്റുമോ? നമുക്ക് പിന്നെ 3.25 ഇവിടെ ആസ്ക് ചെയ്യുന്നത്. 3,25,000. 3,25,000. ഇപ്പോൾ മാറിയിട്ടില്ല കേട്ടോ, 2005 മാറിയില്ല അല്ലേ? ഓക്കെ, ഇതിപ്പോൾ ഈ 8 പേപ്പറായ വണ്ടിയല്ലേ? പേപ്പറായ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും 3.25 ലക്ഷം രൂപയാണ് ഇതിന് ആസ്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു 10-30,000 രൂപയിൽ കംപ്ലീറ്റ്ലി ടൈപ്പ് 4ലേക്ക് കൺവേർട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ചെറിയൊരു പൈസക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി കൊണ്ടുപോകാം. അലോവിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. 3.5 ലക്ഷം ഇതിൽ നമുക്ക് ലോൺ കിട്ടുമോ? ഇതിന് നമ്മളവിടെ അടുത്തുള്ള ആളുകൾക്ക് ഒരു 1.5 രൂപ ലോൺ കിട്ടും അല്ലേ? അത് സേട്ട് ലോൺ ആണ് ഞാൻ പറഞ്ഞു, അത് എടുക്കാതിരിക്കുക. ഈ 16 വണ്ടിക്കോ? 16 വണ്ടിക്ക് മാക്സിമം ലോൺ കൊടുക്കാം. എത്ര കൊടുക്കാം? 10 രൂപയോ? കയറി കൊടുക്കാം, ചെയ്ത് കൊടുക്കാം അല്ലേ? അതിവിടെ രജിസ്റ്റർ ചെയ്താലേ കിട്ടുള്ളൂ, അത് നിങ്ങൾ നോക്കിക്കോളുക. ഒരു ടൈപ്പ് 4 കൂടി ഉണ്ടല്ലോ ഇതോ? ഇത് 2013 വണ്ടിയാണ്. 2013 വി. 13 നമ്പറായ വണ്ടി തന്നെ. ഓക്കെ, അതായത് 13 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. 13 ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് KL 84 ഇപ്പൊ നിലവിൽ നമ്പർ ആയിട്ടുണ്ട്, നമ്പറായ വണ്ടിയാണ്. ഇത് കിലോമീറ്റർ ഒക്കെ എത്രയാ? കിലോമീറ്റർ 2,20,000 കിലോമീറ്റർ. 220 ഏകദേശം ജെനുവിൻ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ഉണ്ട് അല്ലേ? ഫ്രണ്ടിൽ 2 പുത്തൻ ടയർ ഉണ്ട്, ബാക്കിൽ ആവറേജ് ആണ്. പക്ഷെ ഇതിന്റെ ഇന്റീരിയർ നല്ല രസാട്ടോ, ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഫുൾ പക്ക നീറ്റ് കവർ അടിപൊളിയാണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസിന്റെ എല്ലാ സാധനം ഉണ്ട് അല്ലേ? റൂഫ് കാര്യങ്ങളെല്ലാം എല്ലാം ബ്ലാക്കിൽ ചെയ്താണ്, ക്ലീൻ ആക്കിയത് അല്ലേ? ഓക്കെ, ഇത് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ ബ്രോ? റീപ്ലേസ് കാര്യമൊന്നുമില്ല. ഓക്കെ, മെയിൻ ഗ്ലാസ് പോലും മാറിയില്ല കേട്ടോ, തന്നെയാണ്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 8 ലെവലിലൊക്കെ കൊടുക്കാം. 8.5 ലക്ഷം രൂപ. 8 ലക്ഷം കുറയാണ്ടോ? ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. കച്ചവടമല്ലേ, നമ്മളെല്ലാവരും പിന്നെ മാക്സിമം ആളെ കൊണ്ട് പറ്റുന്നവർ ചെയ്ത് കൊടുക്കും. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ 6 ലക്ഷം രൂപ, 6-7 ലക്ഷം രൂപയ്ക്കുള്ളിൽ ലോൺ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ചൊറയൊന്നുമില്ല, പേപ്പർ ആയ വണ്ടി ആയതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല, വരെ എടുക്കാൻ പോകും, അത്രേ ഉള്ളൂ. 8.5 ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണ്. പിന്നെ ഏത് വണ്ടിയായിട്ട് വേണമെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാം അല്ലേ? സൈക്കിൾ വേണമെങ്കിൽ സൈക്കിൾ കൊണ്ട് കൊടുത്താൽ എക്സ്ചേഞ്ച് ചെയ്ത് അതെന്താ പറഞ്ഞോന്നുള്ളൂ കേട്ടോ. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 2013 വണ്ടി. ഇനി ഒരു സ്കോർപ്പിയോ ഉണ്ടല്ലോ ഇവിടെ, ഇത് 2010 യമഹോക്ക് ഇഞ്ചിനാണ്. 10 എംഹോക്ക് അല്ലേ? 10 എംഹോക്ക് VLX ഏറ്റവും ഫുൾ ഓപ്ഷൻ വോയിസ് മെയിൽ വരുന്ന ടൈപ്പ്. വോയിസ് മെയിൽ വരുന്ന ഓക്കെ, വോയിസ് മെയിൽ വരുന്ന ടൈപ്പ്. കിലോമീറ്റർ ഒക്കെ? കിലോമീറ്റർ 1:30 1:40 ജെനുവിനിറ്റി അറിയാൻ പറ്റില്ല. സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു. കസ്റ്റമർ നിർബന്ധ പ്രകാരം നമ്മൾ സെക്കൻഡ് ഓണർ ആയതാ. നിങ്ങളാണ് ആയിട്ടുള്ളത്? ഓക്കെ, നിങ്ങളുടെ ഷോറൂമിന്റെ പേരിലേക്ക് മാറിയതാട്ടോ. അപ്പൊ നിലവിൽ സിംഗിൾ ഓണർ എന്ന് തന്നെ പറയാം. ഓക്കെ, 2010 പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഈ മെയിൻ ഗ്ലാസ് ഞങ്ങൾ മാറ്റിയതാണ്. ക്രാക്ക് വന്നിട്ട് മാറ്റിയതാണ് നമ്മള്. കാരണം അത് 22 ഗ്ലാസ് ആണ് കേട്ടോ. 22 ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട്, സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നീറ്റ് വണ്ടിയാ. വണ്ടി റണ്ണിങ്ങും കാര്യങ്ങളും ഒരു പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും. അലോവിയിലും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. കമ്പനി അലോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, അത് പെയിന്റ് ഒക്കെ അടിച്ചതൊന്നും വൃത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമ്മളവിടെ 3.5 ആസ്ക് ഉണ്ട്. 3.5 നമുക്ക് ഒരു 2 ലക്ഷം രൂപ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 2 ലക്ഷം ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 3.5 ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്, 2.5 ലക്ഷം രൂപ ഫിനാൻസും കയറും കേട്ടോ. ഒന്ന് നോക്കിക്കോളൂ. ആരെങ്കിലും ഇതുപോലത്തെ ഒരു സ്കോർപ്പിയോ നോക്കുന്നുണ്ടെങ്കിൽ
ഒരു ബ്ലാക്ക് വണ്ടിയും കൂടി ഉണ്ട്, ഇതും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഇതും യമോക്ക് ഇഞ്ചിനാണ്. യമോക്ക് 2009 മോഡൽ യമോക്ക് ഇഞ്ചിൻ. ഓക്കെ, 9 ആണല്ലേ? 9 മോഡൽ. ഈ എംഹോക്ക് എന്ന് പറയുന്നതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരുന്ന താറിലൊക്കെ വരുന്ന സെയിം അല്ല, ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കാലത്തിന്റേതായ മാറ്റങ്ങൾ. പക്ഷെ ബേസ് എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ ഇത് 9 അല്ലേ പറഞ്ഞേ? 2009 മോഡൽ വണ്ടി. ഇത് കിലോമീറ്റർ ഒക്കെയോ? ഇതൊക്കെ 1.5 ഓടി ഉണ്ടാവും അല്ലേ? ഓക്കെ, കിലോമീറ്റർ ഒക്കെ നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ചെക്ക് ചെയ്തോളുക. വണ്ടി അത്യാവശ്യം ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വലിയ മോശമൊന്നുമില്ല. വണ്ടി പക്ക ബ്ലാക്ക് അത്യാവശ്യം ആവശ്യക്കാരുള്ള. പിന്നെ ന്യൂ ഷേപ്പും കൂടി. ന്യൂ ഷേപ്പ് വണ്ടി. അതെ, 2 വണ്ടി ന്യൂ ഷേപ്പ് വണ്ടിയാ. സ്കോർപിയോയിൽ 2010-9 ആ ലെവലിൽ ന്യൂ ഷേപ്പ് വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതെ. ഇതില് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇതിൽ റീപ്ലേസ്മെന്റ് ഒന്നും കണ്ടിട്ടില്ല അല്ലേ? ഓക്കെ, എന്തായാലും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അത് ബ്ലാക്ക് കളർ കൂടി നല്ല വൃത്തിയുണ്ട്. എന്തായാലും എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മള് പിന്നെ 3 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപ. ഓക്കെ, 2009 വണ്ടി 3 ലക്ഷം രൂപയ്ക്ക് കിട്ടും കേട്ടോ. പിന്നെ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ മാക്സിമം ഇവിടെ വരിക, വണ്ടി കണ്ട് ഇഷ്ടപ്പെടുക. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ഇവിടെ വന്ന് സംസാരിക്കുന്നതിനനുസരിച്ച് കുറച്ച് തരും കേട്ടോ. ഇനി ഒരു ഫോർച്യൂണർ കാണിച്ചു കൊടുത്താലോ? ഫോർച്യൂണർ 2010 ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള 2010 10 പറഞ്ഞ 2010 ഒറിജിനൽ കേരള വണ്ടി. ഇത് കിലോമീറ്റർ ഒക്കെ പറയണോ? ഇത് കിലോമീറ്റർ 1,40,000 കേരള വണ്ടി അല്ലേ? 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതെ അല്ലേ? എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, തട്ടുമുട്ട് റീപ്ലേസ് കാര്യമൊന്നുമില്ല. പക്ഷെ കസ്റ്റമർ അതിന്റെ ചെറിയ ക്ലെയിമുകളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഹിസ്റ്ററി ഉള്ള വണ്ടിയാ. ഹിസ്റ്ററി ഉണ്ടല്ലേ? ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാ. അടിപൊളി. ഇത് എനിക്ക് തോന്നുന്നു 4 വീലർ. അത് 4x4 വണ്ടിയാണ്, മാനുവൽ അല്ലേ? ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊന്നും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. സീറ്റ് അവർക്ക് ലേശം ഫെയ്ഡ് ആയിട്ടുണ്ട്. ആ ഒരു ലെതറിന്റെ ഒരു പൊട്ടലൊക്കെ ഉണ്ട് അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല. 1,40,000 കിലോമീറ്റർ ജെനുവിൻ്റെ ആണ് അല്ലേ? ഓക്കെ, പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി ഓവറോൾ ഇന്റീരിയർ ഒക്കെ വലിയ മോശമൊന്നുമില്ല. നിങ്ങൾ കുറച്ച് പൈസയൊക്കെ മുടക്കുകയാണെങ്കിൽ ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കാം. 4 ടയർ അത്യാവശ്യം കുഴപ്പമില്ല. ഏകദേശം ഒരു 70% ടയറും ഉണ്ട് കേട്ടോ. പിന്നെ 2009 അല്ലേ പറഞ്ഞേ? 2010 ഒറിജിനൽ കേരള. എന്താ വില വരുന്നത്? 2010 ഒറിജിനൽ കേരള നമ്മളിവിടെ 10,400 ആസ്കിങ് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും. 10,400 അല്ലേ? ഒറിജിനൽ കേരള ആണ് കേരള അല്ലേ? ഓക്കെ, ഏകദേശം ഒരു 1 ലക്ഷം രൂപയ്ക്കുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അത്യാവശ്യം കൺവേർട്ട് ഒക്കെ ചെയ്യും. 1 ലക്ഷം ഒന്നും വേണ്ട, ഒരു 75 റുപ്യ റേഞ്ചിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ കൺവേർട്ട് ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചുകൂടി പുതിയ മോഡൽ വണ്ടി പോലെ ഉപയോഗിക്കുകയും ചെയ്യാം. അല്ല വീൽസും കാര്യങ്ങളൊക്കെയുള്ള ക്ലീൻ വണ്ടി 10 ലക്ഷം അല്ലേ? വണ്ടി നീറ്റ് വണ്ടിയാണ്. എഞ്ചിൻ വൈസ് പക്കയാണ്. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ടൊയോട്ടയുടെ എഞ്ചിനാണ്, വലിയ കംപ്ലൈന്റ് ഒന്നും വരില്ല. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. പിന്നെ 10 ലക്ഷം രൂപ നെഗോഷ്യബിൾ അല്ലേ? കുറച്ച് കൊടുക്കാം, മാക്സിമം കുറച്ച് കൊടുക്കാം. ഈ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് ചെയ്യാം അല്ലേ? 3ാമത്തെ ഓണർ ആയിട്ടുള്ള. അതെ. ഈ അൾട്ടോ ആണെങ്കിലോ? ഇത് 2019 മോഡൽ വണ്ടിയാണ്. 2019 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 80,000. ഈ 19ന്റെ ഹിസ്റ്ററി കിട്ടുമോ? എല്ലാം കിട്ടും. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 60% ഉണ്ട്. കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നീറ്റാണ് ബോഡി വൈസ് ഒക്കെ. ഇന്റീരിയർ ആണെങ്കിലും നീറ്റാണ് അല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലോ? മാറിയിട്ടൊന്നുമില്ല. 2019 വണ്ടിയാണ്. 19 AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ വിൻഡോ അല്ലേ? 2 ഡോർ വിൻഡോ. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മള് പിന്നെ 3 ലക്ഷം രൂപയോട് ആസ്കിങ് റേറ്റ്. ഒരു 295 കൊടുക്കാം. 2019 അല്ലേ? ലാസ്റ്റ് വേണ്ടിട്ടാ. അതായത് ന്യൂ ഷേപ്പ് വന്നല്ല, അതിന്റെ തൊട്ട് ബാക്കിലുള്ളതാണ്. 290 അല്ലേ? മാക്സിമം കുറയൂലേ? കുറച്ച് കൊടുക്കാം. ഇതൊക്കെ നല്ല ലോണും കയറില്ലേ? ഫുൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ കയറും. ഏകദേശം 1 രൂപ പോലും മുടക്കണ്ട. നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പ്രൊഫൈൽ പക്കയായിരിക്കണം, എങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഈ ഡീസൽ റിച്ച് ആണെങ്കിലോ? ഡീസൽ റിച്ച് 2011 വണ്ടിയാണ്. 11 ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള. ഇത് റീപ്ലേസ് കാര്യങ്ങളായിട്ടൊന്നുമില്ല അല്ലേ? ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നീറ്റാണ്. പിന്നെ ഡീസൽ ആണ്. VDI ആണോ ഇത്? VDI ആണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ സീറ്റ് കവറൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ടല്ലേ? എല്ലാം ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഓക്കെ, വൃത്തിയുണ്ട് കേട്ടോ വണ്ടി കാണാൻ. വണ്ടി ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. അതെ. ഇത് കിലോമീറ്റർ ക്ലിയർ ആണ്. കിലോമീറ്റർ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.5 ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, എഞ്ചിൻ പരമായിട്ട് നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തോളുക. ബോഡി വൈസ് വേറെ കുഴപ്പങ്ങളൊന്നും പെട്ടെന്ന് പുറത്തുനിന്ന് കാണുന്നില്ല. വണ്ടി പെർഫെക്റ്റ് ആണെന്ന് നോക്കാനില്ല അല്ലേ? ഓക്കെ, എന്തായാലും മാക്സിമം ഷോറൂമിലൊക്കെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുത്താൽ മതി. എന്താ പ്രൈസ് വരുന്നത്? നമ്മൾ 2,40,000. 240. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2011 അല്ലേ? ഓക്കെ, 240 ചോദിക്കുന്നത്. ഡീസൽ വണ്ടി മാക്സിമം നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആക്കി തരുകയും ചെയ്യും. ഇവിടെ അത്യാവശ്യം ഈ ഒരു ഷേപ്പിൽ വന്ന താറിലെ ഒരു ഫസ്റ്റ് വണ്ടി കിടക്കുന്നുണ്ട്. ഇത് ഏതൊക്കെ മോഡലൊക്കെ? ഇത് 2011 മോഡൽ വണ്ടിയാണ്. 11 ആണ്. 2011 മോഡൽ വണ്ടി. ഇത് ഈ ഹാർഡ് ടോപ്പ് ചെയ്താണോ? ഇത് ഹാർഡ് ടോപ്പ് കസ്റ്റമർ ചെയ്ത വണ്ടിയാണ്. അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്ലീൻ ആക്കി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് DI അല്ലേ ഇത് വരിക? ഇത് DI എഞ്ചിൻ. DI അല്ലേ? 2011 DI എഞ്ചിൻ. ടയർ ഭാഗങ്ങളൊന്നും മോശമില്ല കേട്ടോ. അത്യാവശ്യം നല്ല കട്ട ടയറൊക്കെ തന്നെയാണ്. ഫ്രണ്ടിൽ 2 ബാക്കിൽ ലേശം ആവറേജ് ആണ്. പിന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയായിട്ട്. അതെ അല്ലേ? 2 ഡോർ വിൻഡോ ഉണ്ടല്ലേ? 2 ഡോർ പവറിന്റെ ചെയ്ത വണ്ടി. ഓക്കെ, അപ്പോൾ എന്തായാലും അത്യാവശ്യം വേണ്ടുന്ന സംഗതികളൊക്കെ ഇട്ട് അതുപോലെ തന്നെ ക്ലീൻ ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല.
വണ്ടി മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഫുൾ ഫിറ്റ് ആണ്. കാര്യമായ ഇടിയോ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടാവില്ലല്ലോ? ഒന്നുമില്ല അല്ലെ, ക്ലീൻ ആണല്ലേ വണ്ടി? ഓക്കെ, ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമുക്ക് 3.75 കൊടുക്കാം. 3.75. പ്രൈസ് നെഗോഷ്യബിൾ അല്ലേ? ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കാം അല്ലേ? എക്സ്ചേഞ്ച് ഉണ്ടല്ലോ ഇവിടെ. എക്സ്ചേഞ്ച് ഉണ്ട്. അതെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. 3,75,000 രൂപ ഇവിടെ ആസ്കിംഗ് പ്രൈസ് ആണ്, നെഗോഷ്യബിൾ ആണ്. പിന്നെ ഈ താറിനൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി അല്ലേ? 15-16 എന്തായാലും കിട്ടും. പിന്നെ ഇതിനൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മാർക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇവരുടെ അടുത്തുള്ള വണ്ടി ഇവർക്ക് ചോദിക്കുന്ന വിലയാണ് അതിന്റെ മാർക്കറ്റ് അല്ല, അതൊരു മോഹ വില എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ജീപ്പിന് കൊടുക്കണ്ടേ നിങ്ങൾ പറഞ്ഞ റേറ്റ്? അതെ. 11 ജീപ്പിന് കൊടുക്കണ്ടേ? 3.5 ലക്ഷം എന്തായാലും കൊടുക്കണം. ഇത് DI സെയിം എഞ്ചിനാണ്, അതിനെക്കാട്ടും ഒന്നും കൂടി ബോഡി പവർ കാര്യങ്ങളെല്ലാം കൂടിയില്ലേ, ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ ഹാർഡ് ടോപ്പ് ചെയ്തുകൊണ്ട് അതും നല്ലൊരു ഉപകാരമുണ്ട്. അപ്പോൾ എന്തായാലും ഈ റേറ്റിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഐട്ടൺ ആണെങ്കിലോ? ഐട്ടൺ 2017-18 രജിസ്ട്രേഷൻ വണ്ടി. 17-18 സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണല്ലേ? ഓട്ടോ ഒക്കെ എത്രയാ? ഓട്ടോ 75,000 കിലോമീറ്റർ. 75 ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ കേട്ടോ, സിംഗിൾ ഓണർ വണ്ടി അല്ലേ? ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് മാക്സിമം ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് വേരിയന്റ് ഏതാ? മാഗ്നയാണോ? ഇത് സ്പോർട്സ് ആണല്ലേ? ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും കേട്ടോ. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ചെയ്ത് ടയർ ഭാഗങ്ങളും മോശം. എത്ര ഓട്ടോ എത്ര പറഞ്ഞു? ഇത് 75 അല്ലേ? ഓക്കെ, വലിയ ഓട്ടം ഒന്നും പറയാനില്ല. പിന്നെ എന്താ നമുക്ക് പ്രൈസ് വരുന്നത്? നമ്മള് പിന്നെ 3.95 അല്ലേ? 3,95,000 രൂപ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ അല്ലേ? കുറച്ച് കൊടുക്കാം നമുക്ക്. ഇത് ഒരു 3.2 മേലേക്ക് ലോൺ കയറുമോ? മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ? മാക്സിമം ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. എന്തായാലും കുറഞ്ഞൊരു ഡൗൺ പേയ്മെന്റിൽ ഇതുപോലത്തെ നല്ലൊരു പെട്രോൾ ആണ്, അതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റ്സ് കുറയും. ഏകദേശം ഒരു 12 മുതൽ 15 വരെ മൈലേജ് കിട്ടും. ഓക്കെ, നല്ല കംഫർട്ടുള്ള വണ്ടിയല്ലേ? താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അത്യാവശ്യം ചെറിയ ബഡ്ജറ്റിൽ, അതായത് ക്വാളിറ്റി ഉള്ള മോഡൽ കൂടിയ ചെറിയ വണ്ടി ചെറിയ ബഡ്ജറ്റിൽ വേണ്ടവർ. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? സ്വിഫ്റ്റ് 2014 മോഡൽ വണ്ടി. 14 സെക്കൻഡ് ഓണറാണ്. ഡീസലാണോ? ഡീസൽ വണ്ടി, VDI. ഓക്കെ, 2014 VDI ആണ് കേട്ടോ. VDI വണ്ടി. ഓട്ടോ എത്രയാ? ഓട്ടം 1.5 മുകളിലൊന്നും ഓടിയിട്ടുണ്ടല്ലേ? 1.5 ആ റേഞ്ചിൽ ഓടി ഉണ്ടാവും. കിലോമീറ്റർ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളുക. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തെടുക്കുക. എന്തെങ്കിലും മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളായിട്ടൊന്നുമില്ല. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. മാക്സിമം ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 3.5 ആ ലെവലിൽ വരെ ഫിനാൻസ് ചെയ്യാം. ഓക്കെ, എന്തായാലും ക്ലീൻ വണ്ടിയാണ് കേട്ടോ. നല്ല വണ്ടി, നീറ്റ് വണ്ടി, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 2014 മോഡല്. അതെ, അത്യാവശ്യം മോഡലും ഉണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. കമ്പനി വന്ന അതേ സീറ്റും കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ വൃത്തികേടൊന്നുമില്ല കേട്ടോ. അത് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഉള്ളത്. നീറ്റ് വണ്ടി. നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമുക്കൊരു 4 ലക്ഷം രൂപ കൊടുക്കാം. 2014 വണ്ടി അല്ലേ? ഓക്കെ, 4 ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. നെഗോഷ്യബിൾ അല്ലേ? ചെറിയ വ്യത്യാസങ്ങൾ ചെയ്ത് കൊടുക്കാം. 3 എന്തായാലും ലോൺ കയറില്ലേ? എന്തായാലും കയറും. 3 മേലെ കയറും. എന്തായാലും കയറും അല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 2014 വണ്ടി ഏകദേശം 3 ലക്ഷം രൂപ ലോൺ. എല്ലാവർക്കും ആവശ്യപ്പെട്ട വണ്ടിയല്ലേ? ഭയങ്കര എൻക്വയറി ഉള്ള വണ്ടിയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്നും എടുക്കാൻ ആഗ്രഹിക്കുന്ന സാധനമാണ് ഇത്, ഈ വണ്ടി കേട്ടോ. അതായത് ഈ മോഡൽ വണ്ടി. അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ അൽഹംദ് മോട്ടോഴ്സിലെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് കേട്ടോ. ഒരുപാട് വണ്ടികൾ ഞാൻ കാണിച്ചു തന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവരുടെ കടേൻ്റെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് വണ്ടികൾ വളരെ കൺജസ്റ്റഡ് ആയിട്ടായിട്ടുള്ളത്. അപ്പോൾ പുറത്തിറക്കി ഇടാനുള്ള സ്പേസും ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ വീഡിയോൻ്റെ മേൽഭാഗത്തുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വിളിച്ചോളൂ. വാട്സപ്പിലൊക്കെ അയച്ചു കൊടുക്കൂലേ? മാക്സിമം എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഓക്കെ, എന്തായാലും ലോ ബഡ്ജറ്റ് വണ്ടികൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും മിസ് ചെയ്യണ്ട, ഒന്ന് നോക്കിക്കോളൂ. മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അപ്പം എന്തായാലും അവസാനത്തെ വണ്ടി ഒരു ഫ്ലുവൻസ് ആണല്ലേ? ഫ്ലുവൻസ് ഏതാ മോഡൽ? 2011 മോഡൽ വണ്ടി. 11 ഫുൾ ഓപ്ഷൻ ആണല്ലോ. ഫുൾ ഓപ്ഷൻ വണ്ടി, സ്റ്റാർട്ട് എല്ലാം വരുന്ന വണ്ടിയാണ്. അതെ അല്ലേ? ഓക്കെ, അത്യാവശ്യം ക്ലീൻ ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ബോഡി വൈസ് ഒന്നും പ്രശ്നമൊന്നുമില്ല. ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും വരും. അതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ എയർ ബാഗും കാര്യങ്ങളെല്ലാം വരുന്നത്. വലിയൊരു വണ്ടിയും കൂടിയാണ് കേട്ടോ. വലിയൊരു വണ്ടി തന്നെയാണ്. അതെ, ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ബോഡി വൈസ് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. തട്ടുമുട്ടൊന്നുമില്ല. അലോയിലൊക്കെ ഉണ്ടല്ലേ? അലോയിലൊക്കെ ഉള്ള വണ്ടിയാണ്. അതെ. പിന്നെ ഇത് മോഡൽ ഏതാ പറഞ്ഞത്? 2011 വണ്ടി. 11. എത്ര ഓടി ഉണ്ടാവും? എന്തായാലും ഒരു 1.5 മേലെ ഓടി ഉണ്ടാവും അല്ലേ? കിലോമീറ്റർ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഡീസൽ വണ്ടിയാണ്, നല്ല മൈലേജ് ഉണ്ടാവും. ഇതിനൊരു 20ൻ്റെ അടുത്ത് മൈലേജ് കിട്ടും. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. അതെ, അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ എന്താ നമുക്ക് പ്രൈസ് വരുന്നത്? നമുക്കൊരു 2.10 കൊടുക്കാം. 2,10,000 രൂപ. ഇത് മേജർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല. ഉറപ്പാണ്. ഓക്കെ, എന്തായാലും മേജർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി 2,10,000 രൂപ. 2011 മോഡലാണ്. നിങ്ങൾ നോക്കിക്കോളൂ. മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ മേജർ ഒരു സംഭവം കാണുന്നില്ല നിലവിൽ. ബാക്കി നിങ്ങൾ ഓടിച്ച് നോക്കുക, എങ്ങനെ വെച്ചാൽ ചെക്ക് ചെയ്യുക അല്ലേ? ഇവിടെ ഷോറൂമുകളൊക്കെ അടുത്തടുത്തില്ലേ? അടുത്തടുത്തുണ്ട്. കൊണ്ട് കാണിക്കാം. കൊണ്ട് എവിടെയാണെങ്കിൽ ചെക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏതെങ്കിലും വണ്ടിയിലെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ വീണ്ടും പറയുന്നതിൻ്റെ കാരണം ഇത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് ഞാൻ വീഡിയോ എടുത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്താൽ മതി. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? ഇനിയും ഒരുപാടധികം വേറെ സ്റ്റോക്കൊക്കെ ഇവരുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ
വേറെ കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ റീൽസ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. അത് കയറി കാണാൻ മറക്കണ്ട കേട്ടോ. കാരണം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന വണ്ടിയൊക്കെ ഒരു പരിമിതി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതിൽ നിർത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള കാണണമെന്നുണ്ടെങ്കിൽ റീൽസ് കണ്ടാൽ മതി, അതിനകത്ത് എല്ലാം വന്നിട്ടുണ്ട്. വളരെ ലോ ബഡ്ജറ്റിലുള്ള വണ്ടികൾ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ എപ്പിസോഡ് അല്ലേ, കാണാം. അടുത്ത് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ.